ഇന്ന് നാം കാണാൻ പോകുന്നത് 2024 റിലീസായ ഓറഞ്ച് സോഡ എന്ന ഒരു ചൈനീസ് കഥയാണ്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നല്ല മഴയുള്ള ഒരു ദിവസം. നമ്മുടെ കഥാനായികയായ സു ഒരു കല്ലറയുടെ മുന്നിൽ വളരെ ഇമോഷണലായി നിൽക്കുന്ന കാഴ്ച കാണിച്ചുകൊണ്ടാണ്. അല്പം മാറി ഒരാൾ നിന്ന് അവളെ നോക്കുന്നുണ്ടായിരുന്നു. അവളും അത് ശ്രദ്ധിക്കുന്നു. അവൾ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആളെ തിരിച്ചു നോക്കുമ്പോഴേക്കും ആ പയ്യൻ അവിടെ നിന്ന് ഓടാണ്. സു വിടാതെ ആ പയ്യന്റെ പിറകെ ഓടുന്നുണ്ട്. നിൽക്കാനായി അവൾ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അവൻ നിൽക്കാതെ ഓടുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് 10 വർഷങ്ങൾ പിറകിലേക്കാണ്. അന്നും നമ്മൾ സൂവിനെ കാണുമ്പോൾ അവൾ അപ്പോഴത്തെ കണക്ക് തന്നെ ഒരു ഓട്ടത്തിലായിരുന്നു. അങ്ങനെ അവൾ ഓടി ചെല്ലുന്നിടത്ത് യാൻ എന്ന ഒരു പയ്യനുണ്ട്. അവനെ അവൾ നേരെ ചെന്ന് അറ്റാക്ക് ചെയ്യാണ്. അവന്റെ ദേഹത്ത് വെള്ളം എടുത്തൊഴിച്ച് അവൾ വഴക്കുണ്ടാക്കുകയും അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ അവൻ കൂളായി നിൽക്കുന്നുണ്ടെങ്കിലും പിന്നെ തിരിച്ചടിക്കാനായി അവന്റെ കൈ ധരിക്കുന്നുണ്ട്. ഇനി എന്നെ അടിച്ചാൽ തിരിച്ചടിക്കുന്നു പറഞ്ഞ് അവൻ സംസാരിക്കുമ്പോൾ അവൾ കൈ കിട്ടിയ ബോൾ എടുത്ത് അവന്റെ തലക്കിട്ട് അടിക്കുന്നുണ്ട്. അവന്റെ തല പൊട്ടി രക്തം വരുന്നത് കണ്ട് അവളൊന്ന് പേടിക്കുന്നുണ്ട്. എന്തായാലും അകത്ത് നിന്ന് വഴക്കുണ്ടാക്കിയിരുന്നവർ ഇപ്പോ അതിന് പുറത്തുള്ള ഒരു ഇടവഴിയിലെത്തി അവിടെ വഴക്കുണ്ടാക്കാണ്. നിനക്ക് എന്താ വേണ്ടതെന്ന് അവൾ അവനോട് ചോദിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച കണക്ക് തന്നെ നീ അനുഭവിക്കണമെന്ന് അവൻ ഭയങ്കര വില്ലത്തരമായി എന്തോ ഒരു കാര്യം കൊണ്ട് അവളോട് അങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ ആകെ അപ്സെറ്റ് ആവുന്നു. കാരണം അവന്റെ മനസ്സിൽ നല്ലൊരു മഴ പെയ്യുന്ന സമയം ഒരു കാർ വരുന്നതിന്റെ ഒക്കെ വിഷ്വല് മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരുമ്പോഴാണ് അവൻ അങ്ങനെ അപ്സെറ്റ് ആവുന്നത്. പെട്ടെന്ന് അവൻ അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയി നിൽക്കുന്നത് കാണുന്ന അവളാകട്ടെ അത്രയും നേരം അവനോട് വെറുപ്പിലും ദേഷ്യത്തിലും ഒക്കെ സംസാരിച്ചിരുന്ന ആ ഒരു ടോണൊക്കെ മാറ്റി അവനെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. ആക്ച്വലി ഇവർക്കിടയിൽ എന്താ പ്രശ്നം? ഇവര് സ്നേഹിക്കാണോ, സമാധാനിപ്പിക്കാണോ, വഴക്കിടാണോ, എന്തൊക്കെയോ അവിടെ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ കഥയിലെ അടുത്ത പ്രധാന കഥാപാത്രമായ ചെങ്ങിന്റെ വരവ്. ചെങ് ഇവരെ രണ്ടുപേരെയും ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു ജസ്റ്റ് ഒന്ന് നോക്കി അവൻ നേരെ അതുവഴി ക്രോസ് ചെയ്ത് നേരെ വീട്ടിലേക്കാണ് എത്തുന്നത്. അവിടെ കാണുന്ന അവനെ അനിയത്തിയെ സ്വാഗതം ചെയ്യുന്നു. ഓ, എത്ര നാള് കൂടി എന്റെ ചേട്ടനെ കാണുന്നത്. എന്തായാലും എല്ലാ തവണത്തെ പോലെ 2 ദിവസമല്ലേ നാട്ടിൽ കാണൂന്നല്ല അവൾ സംസാരിക്കുമ്പോൾ 2 ദിവസമോ 2 വർഷം ഞാൻ ഇനി ഇവിടെ കാണും. ഞാൻ ഇനി ഇവിടെ നിന്നാ സ്കൂളിൽ പഠിക്കാൻ പോകുന്നതെന്ന് അവൻ പറയുമ്പോ അയ്യോ 2 ദിവസം തന്നെ നിന്നെ സഹിക്കുന്നതിന്റെ പാട് എനിക്കറിയാം. അപ്പോഴാണ് 2 വർഷം എന്നും പറഞ്ഞ് അവൾ ഒരുമാതിരി നിൽക്കാണ്. ആക്ച്വലി ഇവർ കസിൻസ് ആണ്. പക്ഷെ ശരിക്കും ബ്രദറും സിസ്റ്ററും കണക്കാണ് അവർക്കിടയിലെ ബോണ്ടിങ്. അങ്ങനെ അടുത്ത ദിവസം തന്റെ ഈ കസിൻ ബ്രദർ ചെങ്ങിനെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്താന്നും പറഞ്ഞ് അനിയത്തി കൂട്ടിക്കൊണ്ട് പോകുന്നത് സൂവിന്റെ അടുത്തേക്കാണ്. കാരണം സു അവളുടെ ക്ലോസ് ഫ്രണ്ട് ആണ്. അപ്പൊ പരിചയപ്പെടുത്താനായി കൊണ്ടുപോകുമ്പോഴേ അവളുടെ ഇന്നലത്തെ കണക്ക് തന്നെ ഇന്നും യാനിനെ ചുറ്റിപ്പറ്റി നടക്കാണ്. യാൻ ഏതോ ഒരു പയ്യനോട് കൂട്ടുകൂടുന്നത് ഇഷ്ടപ്പെടാതെ അവൾ അതിന്റെ പേരിൽ അവനോട് ഗുസ്തി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ യാൻ സൂവിനെ മൈൻഡ് ആക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴാണ് ഫ്രണ്ട് എത്തി അവളുടെ കസിനായ ചെങ്ങിനെ അവൾക്ക് പരിചയപ്പെടുത്തുന്നത്. രണ്ടുപേരും അന്നാണ് ആദ്യമായി കാണുന്നത്. ആ സമയം കുറച്ചു നേരം കണ്ണുകളോടെ ഒരു സ്പാർക്ക് ഉള്ള കണക്ക് രണ്ടുപേരും അങ്ങനെ കുറച്ചു നേരം നിൽക്കുന്നു. സൂവിന് ഫ്രണ്ട് ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഗിഫ്റ്റ് ചെയ്ത ശേഷം ഒരു ചെറിയ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. ഒന്ന് അവളുടെ ഹോംവർക്ക് നോട്ട്ബുക്ക് ഒന്ന് കൊടുക്കാമോ എന്നതാണ്. രണ്ടാമത്തേത് തനിക്ക് ഹോംവർക്ക് ഒക്കെ കോപ്പി അടിച്ച് എഴുതാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്റെ ഈ കസിൻ ചെങ്ങിനെ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കൊണ്ടേ കാണിച്ച് അവനൊന്ന് ബോറടിപ്പിക്കാതെ ഇരിക്കാമോ എന്നും. അങ്ങനെ ആ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് സൂ ദേ ചെങ്ങിനെ അവിടെ ഒക്കെ കാട്ടാനായി പോകുമ്പോഴാണ് ഒരു മരത്തില് എന്ത് ഫ്രൂട്ട് ആണെന്ന് അറിയില്ല, എന്തായാലും എന്തോ ഒരു ഫ്രൂട്ട് നിറയെ പഴുത്തിങ്ങനെ നിൽക്കുന്നു. അവളത് പറിക്കണമെന്നുള്ള ലക്ഷ്യത്തിൽ ഇരിക്കുകയാണ് മനസ്സിലാക്കുന്ന ചെങ്ങാകട്ടെ അവിടെ ഏണി ഉണ്ടായിരുന്നത് കൊണ്ട് അതിൽ വലിഞ്ഞു കയറി അവൾ പിടിക്കുന്ന കൊട്ടയിലേക്ക് ഫ്രൂട്ട്സ് പറിച്ചിടാനായി നോക്കുന്ന സമയം നല്ല കാറ്റടിക്കുന്നുണ്ട്. അവന്റെ ഷർട്ടൊക്കെ ഇങ്ങനെ പാറി പറന്ന് അല്ല 6 പാക്ക് ഒക്കെ വ്യക്തമാകുമ്പോൾ അവൾ അത് ഇങ്ങനെ താഴെ നിന്ന് വായി നോക്കി നിൽക്കുകയാണ്. അത് ശ്രദ്ധിക്കുന്ന അവൻ ഷർട്ട് നേരെ പിടിച്ചിടാനെന്ന് കൈ ഒന്ന് മാറ്റിയതേ ഓർമ്മയുള്ളൂ. ദേ കിടക്കുന്നു ഏണിന്ന് നേരെ മറിഞ്ഞ് താഴേക്ക് ലാൻഡ് ചെയ്യുന്ന അവൻ അവളെയും കൂടി തട്ടിയിട്ട് അവളുടെ അടിയിലേക്കാണ് ചെന്ന് വീഴുന്നത്. അവളാകട്ടെ ബ്രെഡിൽ ജാം തേച്ച കണക്ക് അവന്റെ അടുത്ത് തന്നെ ഒട്ടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവളുടെ ചുണ്ടിലെ ലിപ്സ്റ്റിക്കിന്റെ ആ പാട് അച്ചടിച്ച കണക്ക് അവന്റെ ഡ്രസ്സിലും ആയിട്ടുണ്ടായിരുന്നു. അത്രയേറെ അവർ ഒട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവനാകട്ടെ പിന്നീട് കസിന്റെ വീട്ടിൽ വന്നിട്ടും ആ ഒരു കാര്യം തന്നെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ സൂന് അവിടെ അടുത്ത് ചെറിയൊരു കടയുണ്ട്. അവളുടെ ഫാമിലി നടത്തുന്ന കടയാണ് എന്നറിയാവുന്നവൻ അങ്ങോട്ടേക്ക് അവളെ കാണാനായി ചെല്ലുന്നു. നേരെ ചെന്ന് ഒരു ബാൻഡേഡ് മേടിച്ച ശേഷം അത് അവന് പറ്റിയ മുറിവിനിടാനായിട്ടായിരിക്കും എന്ന് കരുതി അവൾ നോക്കുമ്പോഴേക്കും അവളുടെ കയ്യിലെ മുറിവിലാണ് അവൻ ഇട്ട് കൊടുക്കുന്നത്. വീണപ്പോൾ അവളുടെ കൈ അറിഞ്ഞ് ചോര പൊടിഞ്ഞിരുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു. അതിനുശേഷം അവൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് അന്തം വിട്ട് നോക്കിയിരിക്കുന്ന അവളോട് ഒരു ഓറഞ്ച് സോഡയും അവൻ വാങ്ങിച്ചു കുടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഈ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം നമ്മൾ ഇപ്പോ സുവിനെ കാണുമ്പോൾ അവൾ ഒരു റേഡിയോ സ്റ്റേഷനിൽ RJ ആയിട്ട് വർക്ക് ചെയ്യാണ്. അവളുടെ ഷോ കേൾക്കാറുള്ള വ്യൂവേഴ്സിന്റെ ഭാഗത്തു നിന്നും നിരവധി ലെറ്റേഴ്സും ഒക്കെ വരാറുണ്ട്. അങ്ങനെ അവൾക്ക് ഇന്ന് സ്പെഷ്യലായി 2 കാര്യങ്ങൾ കിട്ടുന്നു. ഒന്ന്, അവളുടെ ചില ഫോട്ടോസ് തന്നെ ആരോ ക്ലിക്ക് ചെയ്ത് അയച്ചിരിക്കുന്നതാണ്. ഇത് എപ്പോ എടുത്ത ഫോട്ടോസ് ആണെന്ന് പോലും അവൾ അത് കണ്ട് അന്തം വിട്ടിരിക്കുന്നുണ്ട്. ആരാണ് അവളുടെ പിറകെ നടന്ന ഫോട്ടോ എടുക്കുന്നതെന്നും അവൾക്കറിയില്ല. രണ്ടാമതായി കിട്ടിയ സ്പെഷ്യൽ കാര്യം ഒരു ലെറ്റർ ആണ്. അത് സാധാരണ ഒരു കാഷ്വൽ ലെറ്റർ കണക്ക് അവൾ വായിച്ചു തുടങ്ങുമ്പോഴാണ് ആ ഒരു ലെറ്റർ എഴുതിയ ആൾ അയാളുടെ സ്കൂൾ മേറ്റിനെ പറ്റിയാണ് ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നതെന്നും ആ സ്കൂൾ മേറ്റിന്റെ വിവരണങ്ങൾ വായിക്കുമ്പോൾ തന്നെ പറ്റി തന്നെ പറയുന്ന കണക്കുണ്ടെന്നും അവൾക്ക്
അവൾക്ക് തോന്നുന്നത്. ആ കത്ത് എഴുതിയതും ആരാണെന്നും അവൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇപ്പോ സ്കൂൾ കാര്യങ്ങൾ ഓർക്കുന്ന അവൾ എന്താണ് സ്കൂൾ കാലഘട്ടത്തിൽ സംഭവിച്ചതെന്ന ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് നമ്മൾ പോകുന്നു. യാനും സൂവും ഒക്കെ ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. യാനെ നമ്മൾ കാണുമ്പോൾ അവനൊരു തല്ലിപ്പൊളി വഴക്കാളി പയ്യൻ എന്നൊരു ഇംപ്രഷൻ അല്ലേ നമുക്ക് ഉണ്ടായിരുന്നത്. ആക്ച്വലി അവൻ അങ്ങനെയൊക്കെ ആണെങ്കിലും ആള് നല്ല പഠിപ്പി പയ്യനാണ്. ആ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങുന്ന സ്റ്റുഡന്റ് അവനാണ്. അങ്ങനെയുള്ളവരുടെ ക്ലാസ്സിലേക്കാണ് പുതിയൊരു വിദ്യാർത്ഥിയായി ചെങ്ങ് ചെല്ലുന്നത്. അവനാകട്ടെ ഫസ്റ്റ് ഡേ സീറ്റ് കിട്ടുന്നത് യാനിന്റെ അടുത്തും. ഞാനൊരു ടെറർ ലുക്കിൽ ഇരുന്നിട്ടും എവിടെ ഇരിക്കണമെന്ന് സാറ് ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു കിടന്ന യാനിന്റെ അടുത്ത സീറ്റ് ചെങ്ങ് ചൂണ്ടിക്കാട്ടി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ യാനും അവിടെയുള്ള മറ്റുള്ളവർക്ക് അതൊരു അമ്പരപ്പായിരുന്നു. കാരണം പൊതുവെ ആരും അങ്ങനെ യാനിന്റെ അടുത്തേക്ക് പോയിരിക്കാറില്ല. ഈവൻ അവന്റെ സ്വഭാവം അറിയാത്തവർ പോലും അവന്റെ ആ ഒരു ഭയങ്കര ദേഷ്യഭാവത്തിലുള്ള മുഖം കണ്ട് അടുത്ത് ചെന്നിരിക്കാനായി ധൈര്യപ്പെടാറില്ല. അങ്ങനെ അന്നാകട്ടെ PT പീരീഡിന്റെ ഇടയിൽ അബദ്ധവശാൽ വെള്ളം വീണ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞൊട്ടിയിരിക്കുന്ന സൂ അവളുടെ ശരീരത്തോട് വസ്ത്രം അല്ലാതെ ഒട്ടി ഒരുമാതിരി ട്രാൻസ്പെറന്റ് കണക്കാവുന്നത് കൊണ്ട് അവിടെ വളരെ ബുദ്ധിമുട്ടി കുനിഞ്ഞിരിക്കുകയാണ്. ഈ സമയം ഇത് കാണുന്ന ചെങ് അവന്റെ കോട്ട് ഊരി അവൾക്ക് പുതപ്പിച്ചു കൊടുക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അവൾ അങ്ങനെ ഇരുന്നതിന്റെ ചില ഫോട്ടോസ് ആരോ ക്ലിക്ക് ചെയ്ത് അവരുടെ ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് യാനും ചെങ്ങും കാണുന്നുണ്ട്. സൂ ഈ മെസ്സേജ് കണ്ടാൽ അവൾക്ക് ഒരുപാട് സങ്കടാവും നാണക്കേടാവും എന്നറിയാവുന്ന അവർ രണ്ടുപേരും അവരുടേതായ രീതിയിൽ അവൾ ആ മെസ്സേജ് കാണാതിരിക്കാനായി അവളുടെ അടുത്ത് ചെന്ന് ഓരോന്ന് സംസാരിച്ച് ഡൈവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം രണ്ടവന്മാരും കൂടി ഒന്നിച്ചു പോയതേ ആ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത പയ്യനെ പഞ്ഞിക്കിടുകയാണ്. ഇവർ രണ്ടുപേരും ഇപ്പോ ഈ കാണിച്ച കൺസേൺ കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേർക്കും സൂവിനോട് ഒരു താല്പര്യമുണ്ട് എന്നത് വ്യക്തമാണ്. സൂവിന്റെ വീട്ടിൽ അവൾക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. അവളുടെ അച്ഛന്റെ മരണശേഷം അമ്മ മാനസിക നില തെറ്റിയ കണക്കാണ് പലപ്പോഴും പെരുമാറാറുള്ളത്. മുത്തശ്ശിയും അല്ലറ ചില്ലറ ജോലികളൊക്കെ ചെയ്ത് ഇവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും മുത്തശ്ശിക്കും ഒരുപാട് വഴിയഴുകിയൊക്കെ ഉണ്ട്. ഈവൻ മുത്തശ്ശി കിടന്ന കിടക്കയിൽ തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന ആ ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ മുത്തശ്ശി അവളുടെ മുന്നിൽ ഭയങ്കരമായ നാണക്കേട് ഫീൽ ചെയ്ത് നിൽക്കാറുണ്ട്. പക്ഷെ സൂ അവളോട് ഇങ്ങനെ നാണക്കേടിന്റെ രീതിയിൽ പെരുമാറേണ്ട കാര്യമില്ലാന്ന് മുത്തശ്ശിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. കുട്ടിക്കാലത്ത് മുത്തശ്ശി എന്നെ എന്ത് പൊന്നുപോലെ നോക്കിയിട്ടുള്ളത്. അപ്പോ മുത്തശ്ശിക്ക് ഒരു പ്രശ്നം വരുമ്പോ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം അല്ലെന്ന് അവൾ മുത്തശ്ശിയെ സമാധാനിപ്പിക്കുന്നു. സൂവിന്റെ അമ്മയാകട്ടെ അന്ന് ഈവനിങ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കുട്ടികൾ ഒത്തുകൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് എല്ലാവർക്കും സ്നാക്സ് വിതരണം ചെയ്യുന്നു. ആ ഒരു ടീം അതിലൊരു പ്രത്യേക ബോട്ടിൽ ഉണ്ടായിരുന്നു. ആ ബോട്ടിലിനകത്തുള്ളത് എന്തോ കഴിക്കുന്ന കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം എന്തോ ആണ്. അത് എല്ലാ കുട്ടികൾക്കും കൊടുക്കാതെ അവിടെ ഇരുന്ന യാനിന് മാത്രമായി നിർബന്ധിച്ച് കൊടുക്കാനായി നോക്കുമ്പോൾ അവൻ ഭയങ്കരമായ ദേഷ്യത്തില് അത് തട്ടിപ്പൊട്ടിച്ച് അവിടെ നിന്ന് പോകുന്ന ടീം നിനക്ക് എന്നോട് ഇതുവരെ പൊറുക്കാറായിട്ടില്ലേ, ഞാൻ എന്ത് തെറ്റ് അത് മാത്രം ചെയ്തെന്ന് ചോദിച്ച് സൂവിന്റെ അമ്മ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ യാൻ അതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. യാൻ ഇങ്ങനെ ഇപ്പോഴും മനസ്സിൽ പഴയ ചില കാര്യങ്ങളിൽ വല്ലാതെ ദേഷ്യം കൊണ്ട് നടക്കുകയാണെന്ന് അറിയാവുന്ന സൂ അതിനെപ്പറ്റി അവനോട് സംസാരിക്കാൻ പോകുമ്പോൾ യാനിനെ വൺ സൈഡായി ഇഷ്ടപ്പെടുന്ന യൂറി എന്ന പെൺകുട്ടി സൂവുമായി വഴക്കുണ്ടാക്കാൻ വരുന്നു. അവന്റെ പുറകെ നടക്കരുതെന്ന് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ, അവന് ഇഷ്ടമുള്ളത് ചെയ്യും, നീ നിന്റെ പണി നോക്കി പോകാനായി പറഞ്ഞ് സൂവുമായി യൂറി വഴക്കുണ്ടാക്കുന്നത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന ചെങ് അതിൽ ഇടപെടാൻ പോകുന്നു. തുടർന്ന് അവര് രണ്ടുപേരും തമ്മിലാവുന്ന വഴക്ക്. അങ്ങനെ യൂറി ചെങ്ങിനെ ചലഞ്ച് ചെയ്യാണ്. റേസിന് നീ തയ്യാറാണോ? ഒരു 3 ദിവസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന റേസിൽ നീ ജയിച്ചാല് നീ പറയുന്നത് ഞാൻ കേൾക്കാം, അവളെ വെറുതെ ഉപദ്രവിക്കാതിരിക്കാം. പക്ഷെ മറിച്ച് ഞാനാണ് ജയിക്കുന്നതെങ്കിൽ അതിൽ തോറ്റ് നീ കേൾക്കേണ്ടത് ഇനി മേലാൽ സൂവിന്റെ കാര്യത്തിൽ ഇടപെടില്ല എന്നതാണ്. അവൾക്ക് എന്ത് പറ്റിയാലും അതിൽ ഇടപെടാൻ വന്നേക്കരുതെന്ന് പറഞ്ഞ് അവനുമായി ചലഞ്ച് വെക്കുന്നു. അവനും അപ്പോ സൂവിന് വേണ്ടി ആ റേസിൽ ഇറങ്ങാനായി തയ്യാറാവുന്നുണ്ടെങ്കിലും ആക്ച്വലി അവനങ്ങനെ വണ്ടി ഓടിയിരുന്നും മര്യാദയ്ക്ക് അറിയേയില്ല. 2-3 ദിവസം ഉണ്ടല്ലോ റേസിന് എന്ന ധൈര്യത്തിലാണ് അവൻ അപ്പൊ അതിനെ സമ്മതിച്ചത്. പക്ഷെ ഇവളൊരു പെണ്ണും അവനൊരു ആണും ആയതുകൊണ്ട് ഇവർക്കിടയിൽ റേസ് വെക്കാതെ ആ റേസിൽ ചെങ്ങിന് എതിരായിട്ട് യാനിനെ ഇറക്കാനായിട്ടായിരുന്നു യൂറിയുടെ തീരുമാനം. യാൻ ഇതുപോലെ റേസിലൊക്കെ ഒരുപാട് പങ്കെടുക്കാൻ ഇഷ്ടമുള്ള പയ്യനായതുകൊണ്ട് അവനും അതിന് തയ്യാറാവുന്നു. അങ്ങനെ റേസ് നടക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് റേസിൽ പങ്കെടുക്കാനായി ചെങ്ങും യാനും ഒക്കെ വരുന്ന അതേ കണക്ക് തന്നെ ഇവന്മാരന്ന് സൂവിന്റെ ഫോട്ടോ എടുത്തു എന്ന കാര്യത്തില് ഒരു പയ്യനെ അടിച്ചിരുന്നില്ലേ, അവൻ തിരിച്ചടിക്കാനായി കുറച്ച് പേരെയും കൂട്ടി വന്നിരുന്നു. ആ റേസില് ഒരു തീരുമാനമായിട്ട് എന്നിട്ട് അടിക്കാന്നും പറഞ്ഞ് അവന്മാര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും റേസ് നടത്തുന്നു. റേസ് എന്ന് പറഞ്ഞാല് ഒന്നിച്ച് ഒരേ ഡയറക്ഷനിലേക്ക് പോയി ആരൊരു ടാർഗറ്റിൽ ആദ്യം എത്തുന്നു എന്ന രീതിയിലല്ല, ഓപ്പോസിറ്റ് വന്ന് പരസ്പരം ഇടിച്ച് തെറിപ്പിക്കുക, വീഴാതിരിക്കുന്ന ആരാണ് അവർ ജയിക്കും എന്ന രീതിയിൽ ഒരു റേസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ചെങ്ങാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് കസിനോട് ചോദിച്ച് മര്യാദയ്ക്ക് വണ്ടി ഒന്ന് ഓടിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തത് തന്നെ. കസിനാണെങ്കിൽ ഇതൊക്കെ കണ്ടങ്ങ് പേടിയാവുന്നുണ്ട്. ഇവൻ ഇതിനു വേണ്ടിയാണോ വണ്ടി ഓടിക്കാനായി തന്നോട് ചോദിച്ച് പഠിച്ചതെന്ന്. ഇതിന് റേസ് സ്റ്റാർട്ടായി രണ്ടുപേരും ഇടിക്കാനായി അടുത്തേക്ക് വരുമ്പോഴേക്കും അതിന്റെ ഇടയിലേക്ക് വളരെ റിസ്ക് എടുത്ത് സൂ വന്ന് നിന്ന് അത് തടുക്കാണ്. അവളെ ഇടിക്കാതെ രണ്ടുപേരും ഒരുവിധം വണ്ടി പിടിച്ചു നിർത്തിയ ശേഷം ഇറങ്ങി അടുത്തേക്ക് ചെന്ന് ഞാൻ അവളോട് നീ എന്താ ചാവാനായിട്ട് വന്ന് നിൽക്കാണോ എന്ന് വളരെയധികം ദേഷ്യപ്പെടുമ്പോ നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേന്നായിരുന്നു ചെങ്ങിന്റെ ചോദ്യം. രണ്ടുപേരും ഒരേ ഇമോഷൻ വെച്ചാണ് ചോദിക്കുന്നതെങ്കിലും പറഞ്ഞ രീതി രണ്ടാണ്. അപ്പോഴേക്കും അവിടെ ഇങ്ങനെ ബഹളം നടക്കുന്ന കാര്യം അറിഞ്ഞ പോലീസ് എത്തുമ്പോൾ എല്ലാരും നാനാഭാഗം ചിതറി ഓടുന്നുണ്ട്. പക്ഷെ ചെങ്ങ് ഓടാതെ നിൽക്കുന്നത് കണ്ട് സൂ അവന്റെ കൈ പിടിച്ച് പോലീസിന്റെ
കണ്ണിൽ പെടാതെ വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോഴേക്കും യാൻ പോയ സ്ഥലത്തേക്കാണ് പകരം വീട്ടാനായി വന്ന പയ്യനും ഗ്യാങ്ങും എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ഭയങ്കരമായ അടി നടക്കുന്നു. യാനും തിരിച്ച് നല്ലത് കൊടുക്കുന്നുണ്ടെങ്കിലും അവനും പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അടുത്ത ദിവസം സ്കൂളിൽ പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന അവന്റെ ഫാമിലി ഫോട്ടോയിലേക്ക് അവൻ ഒരു സങ്കടത്തിൽ നോക്കുന്നത് നമുക്ക് കാണാം. അതിൽ ബാക്ക്ഗ്രൗണ്ടില് നമ്മുടെ കുട്ടി സൂ ഇരിപ്പുണ്ട്. അവളൊരു ദിവസം യാനിനെ കാണാനായി വരുന്ന സമയത്ത് അവർ ഫാമിലി ഫോട്ടോ എടുക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ വരാതിരിക്കാനായി അവൾ ബാക്ക്ഗ്രൗണ്ടിൽ മാറി ഇരിപ്പുണ്ടെങ്കിലും അവൾ ആ ഫോട്ടോയിൽ കറക്റ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു. അവൻ അത് നോക്കിയിരിക്കുമ്പോഴാണ് ഡോറിൽ ആരോ തട്ടുന്നത്. ചെന്ന് നോക്കുമ്പോൾ യൂറിയാണ്. അവനെ കാണാനായി വന്നിരുന്നതാണ് അവൾ. പക്ഷെ അവൻ അവളെ ഇഗ്നോർ ചെയ്ത് ഡോർ അടച്ചു വിടുന്നു. അല്പം കഴിഞ്ഞ് വീണ്ടും ഡോറിൽ തട്ട് കേൾക്കുന്നു. ചെന്ന് നോക്കുമ്പോൾ സൂ ആണ്. അവൾ ക്ലാസ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത് അവനെ കാണാനായി. ഡോറ് തുറന്ന് അവന്റെ മുഖമൊക്കെ ഇടിയേറ്റ് മുറിഞ്ഞൊക്കെ ഇരിക്കുന്നത് കണ്ട് അവൾക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നീ അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവൻ എപ്പോഴത്തെയും പോലെ അവളെ ഇഗ്നോർ ചെയ്ത് കഥ കടക്കുന്നു. അവൾക്ക് ആകെ സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അവിടെ നിന്ന് യൂറി ഇതെല്ലാം നോക്കി കാണുന്നത് സൂ കാണുന്നത്. നീ കാരണം അവനിങ്ങനെ പ്രശ്നങ്ങൾ വരുന്നതെന്ന് സൂവിനെ കുറ്റപ്പെടുത്തുന്ന യൂറി, എന്താ വിശ്വാസമായില്ലെങ്കിൽ വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എവിടേക്കോ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവരങ്ങനെ ഒന്നിച്ചു പോകുന്ന കാഴ്ച ക്ലാസ് കഴിഞ്ഞ് വരികയായിരുന്ന ചെങ്ങും കസിനും കാണുന്നുണ്ട്. സൂവിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന യൂറി ആള് കുറച്ച് പ്രശ്നക്കാരിയാണെന്ന് കസിനിൽ നിന്ന് ചെങ്ങിന് അറിയാം. കൂടാതെ ഇന്നലെ റേസിന്റെ കാര്യങ്ങളിലും ഈ യൂറി ആയിരുന്നല്ലോ പ്രശ്നക്കാരി. അതുകൊണ്ട് തന്നെ അവൻ എന്തോ അപകടം മനസ്സിലാക്കി അവരെ ഫോളോ ചെയ്തു പോകുന്നുണ്ട്. അപ്പോഴേക്കും യൂറി അവളെ കൊണ്ടുപോയത് യാനിനെ അടിച്ച് ആ പയ്യന്മാരുള്ള സ്ഥലത്തേക്കാണ്. ആക്ച്വലി ഇത് നീയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ വിഷയമാണ്. അതുകൊണ്ട് നീ തന്നെ ഇതിൽ ഇടപെട്ട് യാനിനെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കും പോന്ന് പറഞ്ഞ് അവളെ അമ്മമാരുടെ അടുത്തേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു വിടാനായി നോക്കുന്നുണ്ട്. അവളും തന്റെ കാര്യം പറഞ്ഞാണല്ലോ അടിയായത് എന്നോർത്ത് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും ഞാൻ അവിടേക്ക് എത്തുകയും അവളെ തടുക്കുകയും ചെയ്യുന്നു. എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടരുത് എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാതെ എന്തിനാ ഇവളെ അതിലേക്ക് കൊണ്ടേ കൊടുക്കാൻ നോക്കുന്നതെന്ന് വല്ലാണ്ട് ദേഷ്യപ്പെട്ടവൻ അവളെ മാറ്റി കൊണ്ടുപോകുന്നു. എന്നിട്ട് ഇങ്ങനെ വന്ന് വിളിച്ചപ്പോ ഉടനെ കൂടെ പോയി എന്തൊരു അനുസരണ എന്നെല്ലാം പറഞ്ഞ് അവളോടും ഷൗട്ട് ചെയ്ത് അവൻ പോകുമ്പോ ഇവനെന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവനെ പ്രശ്നത്തിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടല്ല ഞാൻ നോക്കിയതെന്ന സങ്കടത്തില് സൂ നിൽക്കുമ്പോ ഇവനെന്തിനാ എപ്പോഴും ഇവളെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള ഇഷ്ടക്കേടിലായിരുന്നു യൂറിയുടെ നിൽപ്പ്. എന്തായാലും അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് സൂവിനെ കാണുന്ന ഞാൻ അവൾ നടന്നു വരുന്ന സമയത്ത് മനഃപൂർവ്വം അവളെ തട്ടി താഴെ ഇടുന്നു. മനഃപൂർവ്വം അവൻ ചെയ്തതാണെന്ന് മനസ്സിലാക്കിയിട്ടും അവൾ ദേഷ്യപ്പെടാതെ ഇരിക്കുമ്പോ പക്ഷെ അത് കണ്ട ചെങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ ആ കാര്യം പറഞ്ഞ് ഞാനുമായി വഴക്കാവുന്നു. അങ്ങനെ അവന്മാർ അടിയിട്ടോണ്ടിരിക്കുമ്പോഴാണ് ക്ലാസ് എടുക്കാനായി സാറ് വരുന്നത്. അടിയിടാൻ മാത്രം സമയമുണ്ടോ രണ്ടുപേർക്കും? എങ്കിലേ വന്ന് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായി പറഞ്ഞ് അവർക്ക് മാത്സിൽ കുറച്ച് ടഫ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായി കൊടുക്കുമ്പോൾ അവരത് നിസ്സാരമായിട്ട് ചെയ്ത് മാറുന്നുണ്ട്. രണ്ടുപേരും 2 ടൈപ്പ് മെത്തേഡ് ഉപയോഗിച്ച് നിഷ്പ്രയാസം അത് സോൾവ് ചെയ്യുമ്പോൾ ഇവർക്ക് ഇതൊരു പണിഷ്മെന്റ് അല്ലെന്ന് മനസ്സിലാക്കുന്ന സാറ് ക്ലീനിങ് ഡ്യൂട്ടി അവർക്ക് കൊടുക്കുന്നു. ആ സമയമാണ് അടുത്ത ദിവസം ബാസ്കറ്റ്ബോൾ മാച്ച് നടക്കുന്നതും അതിൽ ചെങ്ങ് പേര് കൊടുത്തിരിക്കുന്നതും വിജയിക്കുന്നവർക്ക് നല്ലൊരു തുക സമ്മാനമുള്ളതുമൊക്കെ ഞാൻ അറിയുന്നത്. അവൻ അത് കേട്ട പാടെ തന്നെ സൂവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ചെങ്ങിന് സൂവിനോട് ഒരു താല്പര്യമുള്ളത് മനസ്സിലാക്കിയിട്ടാണോ അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? എന്തായാലും അവൻ ഉടനെ തന്നെ ആ ബാസ്കറ്റ്ബോൾ മാച്ചിന് ചേരുന്നു. ഇവർ രണ്ടുപേരും ഒരേ ക്ലാസ്സിലായതുകൊണ്ട് ഒരേ ടീമിലാണ് പങ്കെടുക്കുന്നത്. അങ്ങനെ അന്നത്തെ ആ റൗണ്ടിൽ അവരുടെ ടീം തന്നെയാണ് ജയിക്കുന്നത്. ഇനി അടുത്ത ദിവസം ഫൈനൽ റൗണ്ട് ഉണ്ട്. അങ്ങനെ അതിനുശേഷം അന്ന് ക്ലാസ് വിട്ടു പോകുന്ന സൂവിനെ ഫോളോ ചെയ്ത് ചെങ്ങ് വരുന്നുണ്ടായിരുന്നു. അവൾ അവിടെ അവരുടെ നാട്ടിൽ നടക്കാറുള്ള ഒരു ലാൻഡ്രോൺ ഫെസ്റ്റിവലിന്റെ നോട്ടീസ് നോക്കി നിൽക്കുന്നത് കാണുന്ന അവന് അവൾക്ക് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് മനസ്സിലാവുന്നു. ഇതിന് പോയാലോ നമ്മൾ അവിടെ പറയുന്ന ആഗ്രഹങ്ങൾ നടക്കുമെന്നൊരു വിശ്വാസം ഉണ്ടെന്നും കൂടി അവൻ പറയുമ്പോൾ അവൾ പക്ഷേ ഇല്ല എനിക്ക് പഠിക്കാനുണ്ടോ ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങ് ഒഴിഞ്ഞു മാറുന്നു. അന്നാകട്ടെ അവൾ വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ജനാല വഴി ഒരുപാട് ലാൻഡ്രോൺ ഇങ്ങനെ പോകുന്നത് അവൾ കാണുന്നുണ്ട്. ഇതെന്താ ഇവിടെ ഇങ്ങനെ പോകുന്നതെന്ന് മനസ്സിലാവാതെ അവൾ ചെന്ന് നോക്കുമ്പോൾ ചെങ്ങാണ്. ഈ ലാൻഡ്രോൺ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് വന്ന് അതിൽ പങ്കെടുക്കാൻ അവൾക്ക് കഴിയില്ലെങ്കിൽ ഇവിടെ തന്നെ അവൾക്ക് അത് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ് അവൻ കുറച്ച് ലാൻഡ്രോൺസ് ഒരുക്കി അവൾക്ക് വിഷയമാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നു. അങ്ങനെ അവൾ വരുന്ന എക്സാമിന് നല്ല മാർക്ക് വാങ്ങണം, നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടണം എന്ന കാര്യങ്ങൾ ആഗ്രഹിച്ച് ഒരു ലാൻഡ്രോൺ അങ്ങനെ പറത്തിവിടുന്നു. അവനും അതേ കണക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കണമെന്നതായിരുന്നു അവന്റെ ആഗ്രഹം. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ഫൈനൽ ബാസ്കറ്റ്ബോൾ മാച്ച് നടക്കാണ്. ഭയങ്കരമായി തന്നെ ഫോക്കസ് ചെയ്ത് കളിക്കുന്ന യാനും ചെങ്ങും അവരുടെ ടീമിനെ വിജയിപ്പിക്കുന്നു. പക്ഷെ ഗെയിം കഴിയുമ്പോഴേക്കും ഞാൻ തല കറങ്ങി വീഴാണ്. കാരണം അവൻ മര്യാദയ്ക്ക് ഫുഡ് പോലും കഴിക്കാതെ ഭയങ്കരമായി ഇപ്പൊ ഇവിടെ ഗെയിം കളിച്ചങ്ങനെ തല കറങ്ങി വീണതാണ്. അങ്ങനെ അത് കാണുന്ന സോ വേഗം തന്നെ അവന്റെ അടുത്ത് ഓടിയെത്തി വളരെ കൺസേൺ ആയി നോക്കുമ്പോൾ ഈ കാഴ്ചയൊക്കെ തന്നെ ചെങ് കാണുന്നുണ്ട്. ഇവർക്കിടയിലെ റിലേഷൻഷിപ്പ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. രണ്ടുപേരും വഴക്കിടും, ദേഷ്യപ്പെടും. പക്ഷെ ഭയങ്കരമായി കെയറിങ്ങും അവർക്കുള്ളിൽ ഉണ്ടെന്ന് ചെങ്ങിന് മനസ്സിലാവുന്നു. കൂടാതെ അപ്പോഴാണ് അവരുടെ ക്ലാസ്സിലെ ഒരു പയ്യൻ, അതായത് അവൻ യാനിന്റെ അടുത്ത ഫ്രണ്ടായിട്ട് വരും, അവൻ വഴി ഇവർക്കിടയിലെ മറ്റൊരു കാര്യം കൂടി ചെങ്ങ് മനസ്സിലാക്കുന്നത്. സൂവിന്റെ അച്ഛന്റെ മരണശേഷം അവളുടെ അമ്മ മാനസികമായി തളർന്ന ഒരു ഭ്രാന്തിയെ പോലെ അദ്ദേഹത്തെ തെരുവ് തോറും അന്വേഷിച്ച് നടപ്പുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചു എന്നത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ അദ്ദേഹത്തെ കാണാതായ കണക്കായിരുന്നു അദ്ദേഹത്തിന്റെ നോട്ടീസുകൾ വിതരണം ചെയ്ത് അമ്മ അന്വേഷിച്ച് നടന്നിരുന്നത്. അങ്ങനെ
അലംഭാവമായി നടന്ന അമ്മ റോഡിലൂടെ വന്ന ഒരു വണ്ടിയുടെ കുറുകെ ചാടി. ആ വണ്ടിക്കാർ അമ്മയെ ഇടിക്കാതിരിക്കാനായി ഡൈവേർട്ട് ചെയ്ത് വിട്ടപ്പോ ആ വണ്ടി ആക്സിഡന്റിലായി അതിലുണ്ടായിരുന്ന 2 പേർ മരണപ്പെട്ടു. അത് മറ്റാരുമല്ല, യാനിന്റെ അച്ഛനും അമ്മയാണ്. അതായത് കുറുകെ ചാടിയ സൂവിന്റെ അമ്മയെ വണ്ടി ഇടിക്കാതിരിക്കാനായി വെട്ടിത്തിരിച്ച് അങ്ങനെ അപകടത്തിൽപ്പെട്ട് മരിച്ചവരാണ് യാനിന്റെ അച്ഛനും അമ്മയും. തന്റെ അച്ഛനും അമ്മയും മരിച്ചത് അവർ കാരണമാണെന്ന ദേഷ്യമാണ് യാൻ സൂവിന്റെ അമ്മയോടും കാണിക്കുന്നത്. എന്തായാലും ഈ ബാസ്കറ്റ്ബോൾ മാച്ചിൽ വിജയിച്ച ടീമിന് കുറച്ച് ക്യാഷ് കിട്ടുമല്ലോ, അതിൽ നിന്ന് തന്റെ പങ്ക് കിട്ടിയ ആ കാശും കൊണ്ട് ഒരു ചെറിയ മ്യൂസിക് പ്ലെയർ സൂവിന് ചെങ്ങ് വാങ്ങി നൽകുന്നു. കാരണം അവളുടെ മ്യൂസിക് പ്ലെയർ ചെങ്ങിന്റെ കൈ തട്ടി താഴെ വീണ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അവനത് സത്യം പറഞ്ഞാൽ മനഃപൂർവ്വം തട്ടിയിട്ടതാണ്. കാരണം അതുവഴി ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്ന അവളുടെ അന്നെടുത്ത ഫോട്ടോസ് ഒന്നും അവൾ കാണരുതെന്ന രീതിയിൽ അവൻ ചെന്ന് തട്ടിയതാണ്. അവളുടെ ഫോട്ടോസ് ഇടയ്ക്ക് ഗ്രൂപ്പിലൊക്കെ സർക്കുലേറ്റ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അന്ന് അത് പൊട്ടിയതിന് ഇന്നാണ് അവന് പകരം ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കാനായി സാധിച്ചത്. അവൾ അതൊട്ടും പ്രതീക്ഷിതുമില്ല. എന്തായാലും അവൻ നിർബന്ധിച്ച് അവളെ അത് ഏൽപ്പിക്കുന്നു. ആ സമയം അവളെ ഇഷ്ടമാണെന്നത് അവന് പറയണമെന്നുണ്ടെങ്കിലും അത് മാത്രം പറയാനുള്ള ധൈര്യം കിട്ടുന്നില്ല. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം നമ്മൾ വീണ്ടും ഇപ്പോഴത്തെ കാര്യങ്ങൾ കാണുമ്പോൾ വളരെ യാദൃശികമായി സൂവും ചെങ്ങും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടാണ്. ഇപ്പോഴേക്കും അവരുടെ സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് അവർ ഓരോ ജോലികളൊക്കെ ചെയ്യാണല്ലോ. ഞാൻ കുറച്ച് നാൾ ഈ സ്ഥലത്ത് കാണും, അത് കഴിയുമ്പോൾ ഞാൻ പോവും, അതുവരെ നമുക്ക് ഇടയ്ക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ച് അവളുടെ ഓഫീസിന് അവിടം വരെ നടന്നു പോകുന്നുണ്ട്. തുടർന്ന് അവനോട് യാത്ര പറഞ്ഞ് ഓഫീസിലേക്ക് കയറി പോകുന്ന സൂവിന് അപ്പോഴും ഇവരെ ആരോ ഫോളോ ചെയ്യുന്ന കണക്ക് ഒരു തോന്നൽ വന്നിരുന്നു. പക്ഷെ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കണ്ടില്ല. എന്നാൽ അവൾ പോയ ശേഷം ഇവരെ ഫോളോ ചെയ്ത് വന്നത് ആരാണെന്ന് ചെങ്ങ് കണ്ടുപിടിക്കുന്നു. അത് ഞാനാണ്, നീ എന്തിനാ ഫോളോ ചെയ്യുന്നതെന്ന് ചെങ്ങ് തിരക്കുമ്പോൾ ഞാൻ കുറെ നാളുകൾക്ക് ശേഷം നിന്നെ കണക്ക് ഇവിടേക്ക് തിരിച്ചു വരുന്നത്, അപ്പൊ അവളെ ഒന്ന് കാണണം തോന്നി വന്നു എന്ന് അവൻ പറയാണ്. തുടർന്ന് രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണ് വീണ്ടും ഫ്ലാഷ് ബാക്ക്. അന്ന് ചെങ്ങിന്റെ കസിന്റെ ബർത്ത്ഡേ ആണ്. അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് കേക്ക് വാങ്ങാനായി ചെങ്ങ് പോകാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സൂവിന്റെ വരവ്. തുടർന്ന് അവളെയും നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് അവൻ കേക്ക് വാങ്ങാനായി പോകുന്ന കാഴ്ച പാർട്ടിയിൽ പങ്കെടുക്കാനായി എത്തുന്ന യാൻ കാണുന്നുണ്ട്. അവൻ അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നിരുന്നാലും അവൻ പ്രശ്നം ഉണ്ടാക്കാതെ അകത്ത് പോയിരിക്കുന്നു. അപ്പോഴേക്കും ഇവര് കേക്ക് വാങ്ങി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പോവാ എന്ന് പറഞ്ഞ് സൂ അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോൾ അവളുടെ ഫ്രണ്ട് വിടുവോ, ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണല്ലോ, അതുകൊണ്ട് തന്നെ നിർബന്ധിച്ച് അവിടെ പിടിച്ചിരുത്തുന്നു. തുടർന്ന് അവർ ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിക്കുമ്പോൾ സൂവിന്റെ ചാൻസ് എത്തുന്ന ടീം അവിടെ കുടിക്കാനായി വെച്ചിരിക്കുന്ന വൈനും ജ്യൂസും അതും ഇതും ഒക്കെ എന്തൊക്കെയോ ഉണ്ട്, അതൊക്കെ മിക്സ് ചെയ്ത് കുടിക്കുന്ന ഒരു ടാസ്ക് ആണ് സൂവിന് വരുന്നത്. അവളെ അത് കുടിപ്പിക്കാതിരിക്കാനായി യാനും ചെങ്ങും നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൾ അത് കുടിക്കുന്നു. അത് ഇഷ്ടപ്പെടാതെ യാൻ ആ പാർട്ടിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഡ്രിങ്ക്സ് ഇടിച്ച് ഫിറ്റ് ആവുന്ന സൂവിനെ സോഫയിൽ കൊണ്ട് കിടത്താനായി പോകുന്ന ചെങ്ങ് അവളെ കിസ് ചെയ്യുന്ന കണക്ക് വരുന്നുണ്ടെങ്കിലും അവൻ അത് ചെയ്യാതെ മാറിപ്പോന്നു. അപ്പോ അവൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിലും അടുത്ത ദിവസം രാവിലെ ഈ ഒരു കിക്കൊക്കെ മാറി ഉണരുന്ന അവൾക്ക് ചെങ്ങ് തന്റെ അടുത്തേക്ക് കിസ് ചെയ്യുന്ന കണക്ക് വന്നത് വരെ ഓർമ്മ വരുന്നുണ്ട്. അവൾ അപ്പോഴാണ് അവൻ തന്നോട് ഒരു താല്പര്യം മനസ്സിൽ കൊണ്ട് നടക്കുന്നു എന്നത് വ്യക്തമായി മനസ്സിലാക്കുന്നത്. അതുവരെ അവൾക്ക് ചെറിയ ചെറിയ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അത് ക്ലിയർ ആയി. അങ്ങനെ എന്തായാലും ചെങ്ങും സൂവും തമ്മിൽ വല്ലാണ്ട് അടുക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ വരുന്ന യാൻ അതിനെപ്പറ്റി അവളോട് ഇൻഡയറക്റ്റ് ആയി സംസാരിക്കുന്നുണ്ട്. എപ്പോഴും അവളോട് ദേഷ്യപ്പെടാറുള്ള അവൻ ഇപ്പോ ഈ ഒരു കാര്യം വെച്ചുകൂടി ഒന്നുകൂടെ ദേഷ്യപ്പെടുമ്പോൾ അവൾക്ക് സങ്കടം വരുന്നു. ശരിയാ, എന്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റ് മൂലം നിനക്ക് വലിയ നഷ്ടം ഉണ്ടായത്, പക്ഷെ അതൊരിക്കലും അറിഞ്ഞുകൊണ്ട് നടന്നതല്ലോ. അതിന്റെ പേരിൽ ഞാനും എന്റെ അമ്മയും ഒക്കെ നിന്നോട് എത്ര തവണ മാപ്പ് ചോദിച്ച് പിറകെ നടന്നു. എന്നിട്ട് നിനക്ക് ഇങ്ങനെ റൂഡായി പെരുമാറാതെ ഒന്ന് മനസാക്ഷി പരിഗണിച്ച് ഞങ്ങളോടൊന്ന് ക്ഷമിച്ചു എന്ന് പറഞ്ഞൂടെ? ഞങ്ങൾ എത്ര നാളായിട്ട് നീറി കറിയാ. ഇനിയിപ്പോ നീ ഇങ്ങനെ തന്നെ ആറ്റിറ്റ്യൂഡ് തുടരാനാ പ്ലാനെങ്കിലും എനിക്ക് മടുത്തു. ഞാൻ ഇനി നിന്റെ മുന്നിൽ പോലും വരില്ലാന്ന് അവൾ പറഞ്ഞു പോകാൻ ഒരുങ്ങുമ്പോ ഓ നീയും പോ, എല്ലാരും ഇട്ടിട്ട് പോ, ഞാൻ ഒറ്റയ്ക്കല്ലെന്നും പറഞ്ഞ് അവൻ സങ്കടപ്പെടുമ്പോ അവൾക്ക് സങ്കടം വരുന്നുണ്ട്. അവൾ അവന്റെ അടുത്ത് ചെന്ന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, പ്ലീസ് നിനക്ക് ഒന്ന് എന്റെ അമ്മയോട് വന്ന് എല്ലാം ക്ഷമിച്ചു എന്നൊന്ന് സംസാരിച്ചൂടെ? അമ്മ ഓൾറെഡി മനസ്സിൽ ഒരുപാട് വിഷമം കൊണ്ട് നടക്കുന്നതാ, ഇപ്പോ ഈ ഒരു കാര്യം കൊണ്ട് അത്രയും കൂടി വിഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് അവൾ സംസാരിക്കുമ്പോൾ അവളുടെ വീട്ടിലേക്ക് വന്ന് അമ്മയോട് സംസാരിക്കാമെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്ന ഇതേ സമയം തന്നെ ചെങ്ങിന്റെ കസിന് ചെങ്ങിന് സൂവിനോടുള്ള താല്പര്യം മനസ്സിലായതുകൊണ്ട് അവനോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവനും സൂവിനെ തനിക്ക് ഇഷ്ടമാണെന്ന് കസിനോട് തുറന്നു പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം അവൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് അവന് വേണ്ടി ഫുഡൊക്കെ റെഡിയാക്കി അമ്മയും മുത്തശ്ശിയുമായി സൂ കുറെ നേരം കാത്തിരിപ്പുണ്ടെങ്കിലും അവൻ വന്നതേയില്ല. അവൾ ഭയങ്കരമായി അപ്സെറ്റ് ആവുന്നു. അവനെ ഒന്ന് നോക്കാന്ന് കരുതി അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവൾ നേരെ ചെന്ന് ചാടുന്നത് യൂറിയുടെ മുന്നിലാണ്. യൂറി യാനിന്റെ ലൈഫ് കുട്ടിച്ചോറാക്കിയത് സൂ ആണെന്നും അവൾക്ക് ഇനിയും മതിയാവാതെ അവന്റെ പിറകെ നടക്കുകയാണെന്നും ഒക്കെ അവളെ ആക്ഷേപിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ സൂ ഭയങ്കരമായി അപ്സെറ്റ് ആവുന്നുണ്ട്. അവൾ വളരെ വിഷമിച്ച് റോഡിൽ നിൽക്കുന്നത് കണ്ട് അവളുടെ അടുത്തേക്ക് എത്തുന്ന ചെങ്ങാണ് ആ സമയം മഴ നനയാതെ അവളെ കൂടെയിൽ സേഫായി നിർത്തുന്നത്. അവൾ മനസ്സിൽ ഭയങ്കരമായ വിഷമം നിറഞ്ഞു നിന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ചെങ്ങിനെ കാണുമ്പോൾ സങ്കടങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കാനായി അവൾക്ക് സാധിക്കുന്നു. എന്തായാലും പിന്നീട് അങ്ങോട്ട് യാനിനെ അവൾ കണ്ടിട്ടേ ഇല്ല. അവനെ കാണാനായി അവൾക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം പിണക്കങ്ങൾ മാറ്റാൻ വരാമെന്ന് പറഞ്ഞ് അവൻ ചെന്നിരുന്നില്ലല്ലോ. പക്ഷെ അവൻ എന്താ ക്ലാസ്സിൽ വരാത്തതെന്ന് ഓരോ ദിവസവും അവൻ ക്ലാസ്സിൽ ആബ്സെന്റ് ആണെന്ന് അറിയുമ്പോൾ അവൾ അപ്സെറ്റ് ആയി ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ എൻട്രൻസ് എക്സാമിന് മുന്നേ ഉള്ള ഫൈനൽ എക്സാം പോലും വരുന്നു. അതുപോലും എഴുതാനായി അവൻ വന്നിരുന്നില്ല. അവൾ അതൊക്കെ ആലോചിച്ച് സ്ട്രെസ്സിലാണെന്ന് മനസ്സിലാക്കുന്ന ചെങ്ങന്ന് ക്ലാസ് കഴിഞ്ഞ് അവളെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കുപ്പി
കയ്യിലേക്ക് കൊടുത്തിട്ട് ഇത് എറിഞ്ഞു പൊട്ടിക്കുന്ന ഓരോ സമയവും നിന്റെ മനസ്സിലുള്ള സ്ട്രെസ് അതാണെന്ന് കരുതി അത് പൊട്ടുന്ന നിമിഷം അത് മനസ്സിൽ നിന്ന് പോയെന്ന് കോൺഫിഡന്റ് ആയി ഇരിക്കണമെന്ന് പറയുന്നു. അവളും അതേപോലെ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിന് കുറച്ച് ഭാരം ഒഴിഞ്ഞ കണക്ക് അവൾക്ക് ഫീൽ ആവുന്നുണ്ട്. അങ്ങനെ അവരുടെ എൻട്രൻസ് എക്സാം വരുന്നു. എക്സാം എഴുതി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചെങ്ങ അവന്റെ കയ്യിൽ കിടക്കുന്ന ഒരു ചെറിയ ബ്രേസ്ലെറ്റ് അവളെ കാട്ടിക്കൊടുക്കുന്നു. അത് കാണുന്ന അവളുടെ കൈയും ഉയർത്തി അതേ കണക്ക് ഒരെണ്ണം കയ്യിലുള്ളത് കാണിക്കാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ചെറിയൊരു കട സൂവിന്റെ മുത്തശ്ശിക്കുണ്ട്. കുട്ടിക്കാലത്ത് അവൾ മുത്തശ്ശിയുടെ കൂടെ ആ കടയിൽ പോയി ഇരിക്കാറുണ്ടായിരുന്നു. ഇവരുടെ നാട്ടിൽ കുറച്ച് തിരക്കുള്ള ഒരു സ്ട്രീറ്റിലാണ് ആ കുഞ്ഞു കടയുള്ളത്. ഒരു ദിവസം രണ്ടുപേരും അവിടെ ഇങ്ങനെ അത് വിൽക്കുന്ന സമയത്താണ് വേറൊരു ആ നാട്ടിലേക്ക് വന്ന പയ്യൻ വഴി തെറ്റി അവിടെ നിൽക്കുന്നത് അവൾ കാണുന്നത്. അവൾ വേഗം അവന്റെ അടുത്ത് ചെന്ന് അവനെ ഹെൽപ്പ് ചെയ്യും ഈ ബ്രേസ്ലെറ്റ് ഒരെണ്ണം അവന് ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തന്റെ കസിന്റെ വീട്ടിലേക്ക് വന്ന് വഴി തെറ്റിപ്പോയ ആ പയ്യൻ മറ്റാരുമല്ല, ചെങ്ങാണ്. അങ്ങനെ വർഷങ്ങൾക്ക് മുന്നേ അവൻ സൂവിനെ കണ്ടിരുന്നു. അവർക്കിടയിൽ ഇങ്ങനെ ഒരു ആദ്യ കൂടിക്കാഴ്ച ഉണ്ടായതും അവൻ അവളെ കണ്ടപ്പോഴേ തിരിച്ചറിഞ്ഞിരുന്നെങ്കിലും ആദ്യമൊന്നും അവളോട് പറഞ്ഞിരുന്നില്ല. അത് പിന്നെ ഈ ലാസ്റ്റ് മൊമെന്റിലാണ് അവൻ അവളോട് പറയുന്നത്. അവൾക്കും കുട്ടിക്കാലത്ത് നടന്ന ആ ഒരു സംഭവം ഓർമ്മയുണ്ടായിരുന്നത് കൊണ്ടാണ് അവളും അതേ ചെയിൻ തന്റെ കയ്യിൽ കിടക്കുന്നത് അവനെ കാട്ടിക്കൊടുത്തത്. അങ്ങനെ ഇപ്പോ എൻട്രൻസ് എക്സാമും കഴിഞ്ഞ് അവരുടെ ഈ സ്കൂൾ പഠനമൊക്കെ അവസാനിച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടേക്ക് പഠിക്കാനായി മാത്രം വന്നിട്ടുണ്ടായിരുന്ന ചെങ്ങ തിരിച്ച് അവന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോന്നു. പെട്ടെന്ന് അവന്റെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയതുകൊണ്ട് തന്നെ പ്രോപ്പറായി സൂനോട് ഒരു യാത്ര പോലും പറയാനേ അവന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നു. അവളും അതേ കണക്ക് അവനെ ഒരുപാട് മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ദിവസം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയി അവനെ ഫോൺ ചെയ്യുന്നു. പക്ഷെ മിസ് ചെയ്തത് കൊണ്ടാണ് വിളിച്ചതെന്ന് പറയാനുള്ള മടി കാരണം ഒരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ചതാണെന്ന് പറഞ്ഞാണ് അവൾ ഇങ്ങനെ ഫോൺ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോ തിരിച്ച് തന്റെ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ചെങ്ങ കുറച്ച് നാളുകൾക്ക് ശേഷം സൂ താമസിക്കുന്ന അവൻ സ്കൂൾ കാലഘട്ടം ഒക്കെ ചെലവഴിച്ച അതേ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. അങ്ങനെ അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഒത്തുകൂടിയിരിക്കുന്ന സമയം സിറ്റി ലൈഫ് നല്ല രസമാണ്, ഇവിടുന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ആയിക്കൂടെ എന്നെല്ലാം ചെങ്ങ സൂവിനോട് ചോദിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്കും ഒരു മാറ്റം വേണമെന്നൊക്കെ ഉണ്ടെന്ന് അവളും പറയുന്നുണ്ട്. ആ സമയമാണ് അങ്ങോട്ട് ഈ സംസാരം കേട്ടുകൊണ്ട് ഞാൻ വരുന്നത്. ഞാനെ കണ്ട് എല്ലാവരും അമ്പരക്കുന്നു. പ്രത്യേകിച്ച് സൂ അവനെ കണ്ടിട്ട് തന്നെ കുറെ നാളുകളായല്ലോ, എക്സാം പോലും അവൻ എഴുതിയിട്ടില്ല. എവിടെയായിരുന്നു നീ എന്നെല്ലാം അവനെ കണ്ടപാടെ അവൾ തിരക്കുമ്പോ ഞാൻ എവിടെയായാലും നിനക്കെന്താ, നീ അന്ന് എനിക്ക് വാക്ക് തന്ന എന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവില്ലാന്ന്, എന്നിട്ട് നീ ഇപ്പൊ ഇവന്റെ കൂടെ സിറ്റിയിലേക്ക് പോകാനിരിക്കല്ലേ എന്ന് പറഞ്ഞ് അവൻ അവളോട് കണ്ടപാടെ തന്നെ ബഹളം വെക്കാനായി തുടങ്ങുകയാണ്. അവനങ്ങട്ടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും മരണത്തിന് കാരണം അവളുടെ അമ്മയാണെന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തുന്നുണ്ട്. അവളുടെ അമ്മ മരിക്കുന്നത് വരെ താൻ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തിയിരിക്കും എന്നെല്ലാം പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പോൾ അവൾക്ക് ഭയങ്കരമായ സങ്കടമായിട്ടുണ്ടായിരുന്നു. അവൾ ആ സങ്കടത്തിലെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇപ്പൊ സ്കൂൾ പഠനം കഴിഞ്ഞ് അടുത്തതായി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകാനായി അവൾ സിറ്റിയിലെ യൂണിവേഴ്സിറ്റിയിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കാനായി പോകുന്നതെന്ന് അറിയുന്ന അമ്മ അവളെ സിറ്റിയിലേക്കൊക്കെ വിടാൻ പേടിച്ച് അവളുമായി ആ ഒരു കാര്യത്തിൽ വഴക്കുണ്ടാക്കുന്നു. അമ്മയ്ക്ക് എപ്പോഴും അവൾ അടുത്ത് തന്നെ വേണം. തന്നെ ഇട്ടിട്ട് പോകുമോ, അച്ഛനെ നഷ്ടപ്പെട്ട കണക്ക് തനിക്ക് ഇവളെ നഷ്ടപ്പെടുമോ എന്നൊക്കെ അമ്മയ്ക്ക് ഭയങ്കരമായ പേടിയുണ്ട്. ആ പേടി അവളെ അടിക്കുന്ന രീതിയിലേക്ക് വരെ പോകുമ്പോൾ സഹിയിട്ട് അവൾ അമ്മയോട് തിരിച്ച് വായിൽ വന്നതൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടെങ്കിലും അമ്മയോട് താൻ അങ്ങനെ ഒന്നും പറയാൻ പാടില്ലായിരുന്നു. അമ്മയും അച്ഛനും എത്രയോ കാര്യമായി തന്നെ വളർത്തിയതാ. ഇപ്പോ അച്ഛനില്ലാതെ അമ്മ മാനസികമായി തളർന്നു നിൽക്കുന്ന ഈ ഒരു സമയത്ത് അമ്മ അതിന്റെ ബുദ്ധിമുട്ടിൽ വല്ലതും പറഞ്ഞാലും താൻ അതിന് ഇങ്ങനെ ആയിരുന്നില്ല റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്ന് തോന്നി അവൾ അമ്മയോട് മാപ്പ് പറയാനായി തിരിച്ച് അമ്മയെ കാണാനായി വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അനക്കമില്ലാതെ കിടക്കുന്ന അമ്മയാണ് അവൾ കാണുന്നത്. അവൾ ആകെ തകർന്നു പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം അമ്മയുടെ ഫ്യൂണറൽ നടക്കുന്ന ഈ ഒരു സമയം ഫ്രണ്ട് പറഞ്ഞാണ് ഈ വാർത്ത ഞാൻ അറിയുന്നത്. അവൻ ആ വീടിന്റെ അവിടം വരെ വരുന്നുണ്ടെങ്കിലും ഇന്നലെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞ വാക്കുകൾ ഓർത്ത് അവൻ അവളുടെ മുന്നിൽ ചെല്ലാൻ ധൈര്യമില്ല. കാരണം അവളുടെ അമ്മ മരിക്കുന്നത് വരെ ഇതൊക്കെ പറയുമെന്ന് പറഞ്ഞ് അവൻ ഇന്നലെ ഷൗട്ട് ചെയ്തിരുന്നല്ലോ. അതുകൊണ്ട് അവൻ ആകെ സങ്കടത്തിലും കുറ്റബോധത്തിലും അവിടെ അങ്ങനെ നിൽക്കാണ്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും ചെങ്ങറിഞ്ഞിട്ടില്ല. കാരണം അവന്റെ കസിന് വയ്യാഴിക കാരണം അവർ കുറച്ച് ദൂരെയുള്ള ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിന് പോയിരിക്കുകയായിരുന്നു. അവൻ എന്നിരുന്നാലും അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിനക്കിപ്പോ തൃപ്തിയായോ, നീ ആഗ്രഹിച്ച കണക്ക് എന്റെ അമ്മയുടെ സംസ്കാരം കണ്ടപ്പോ നിനക്ക് സന്തോഷമായോ എന്നെല്ലാം ചോദിച്ച് അവൾ അവനോട് ദേഷ്യപ്പെട്ടു പോകുമ്പോൾ അവളെ താൻ ഒരുപാട് വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചു. അതുകൊണ്ട് ഇനിയിപ്പോ അവളുടെ മുന്നിൽ വീണ്ടും വീണ്ടും അവളുടെ മനസ്സിനെ ദേഷ്യപ്പെടുത്താനും സങ്കടപ്പെടുത്താനുമായി പോവരുതെന്ന് ചിന്തിച്ച് അവൻ പിന്നീട് അവളുടെ മുന്നിൽ പോയിട്ടേ ഇല്ല. അപ്പോഴേക്കും കുറെ വൈകിയാണ് അവളുടെ അമ്മയുടെ മരണ വാർത്ത ചെങ്ങ് അറിയുന്നത്. അവനത് അറിഞ്ഞ ഉടനെ തന്നെ വീട്ടിൽ നിന്ന് അവളെ കാണാനായി പുറപ്പെടുന്നത് അവന്റെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൻ ഗ്രാമത്തിലുള്ള ഏതോ ഒരു പാവപ്പെട്ട പെൺകുട്ടി ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്ന അച്ഛൻ അതിൽ ഇടപെടാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അച്ഛൻ കസിനിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി സൂവിനെ ഫോൺ വിളിച്ച് സംസാരിച്ചിരുന്നു. പക്ഷെ അതറിയാതെ സൂവിനെ കാണാനായി എത്തുന്ന ചെങ്ങ് അമ്മയുടെ മരണത്തിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അവളുമായി സംസാരിച്ച ശേഷം അവൻ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയിൽ വന്ന് പഠിക്കുന്ന കാര്യത്തെപ്പറ്റി പറയുമ്പോൾ അത് സാധിക്കില്ല എന്നവൾ തീർത്ത് പറയാണ്. എങ്കിൽ നീ പഠിക്കാൻ പോകുന്നിടത്ത് ഞാൻ വരാമെന്ന് അവൻ പറയുമ്പോൾ അതും പറ്റില്ല, നമ്മൾ തമ്മിൽ ചേരേണ്ടവരല്ല, നിന്റെ മനസ്സിലെ തോന്നലൊക്കെ മാറ്റി വെക്കുന്നതാ നല്ലത്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പോ ഒന്നും തന്നെ നീ മനസ്സിൽ കണക്കാക്കേ വേണ്ട, നമുക്കിടയിൽ ഒന്നുമില്ല, നമ്മൾ ഒരിക്കലും ചേരേണ്ടവരല്ല എന്ന് പറഞ്ഞ് അവൾ അവന്റെ മനസ്സിലെ ഇഷ്ടം മനസ്സിലാക്കി അതിൽ നിന്ന് അവന്റെ അച്ഛന്റെ ആവശ്യപ്രകാരം തന്നെ ഒഴിഞ്ഞു മാറാണ്. അങ്ങനെ അതിനുശേഷമാണ് രണ്ടുപേരും പരസ്പരം കാണാതെ നമ്മൾ കുറച്ചു മുന്നേ കണ്ട ആ ഒരു സമയത്താണ് അവർ വീണ്ടും കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടി ഇതേ സമയം തന്നെ ഇപ്പോഴും സൂവിന്റെ സേഫ്റ്റിയെ മാനിച്ച് ഞാൻ അവളെ രഹസ്യമായി ഫോളോ ചെയ്യുന്നുണ്ട് എന്നത് ചെങ്ങിന് മനസ്സിലായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ സ്കൂൾ കാലഘട്ടം മുതലേ സൂവിനെ ഇഷ്ടപ്പെടുന്ന ഒരു
പയ്യനുണ്ട്. അവൻ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഒരുമാതിരി വളരെ ടോക്സിക് ആണ്. അവനാണ് ഇവളുടെ ആ ഒരു നനഞ്ഞ ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് പോലും. അവൻ ഇപ്പോഴും ഇവളെ ഒന്ന് തക്കം കിട്ടിയാൽ ഉപദ്രവിക്കാൻ ഈ നടക്കാണെന്ന് മനസ്സിലാക്കിയാണ് ഞാനിപ്പോ അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടി അവളുടെ മുന്നിൽ പോവാതെ തന്നെ അവളുടെ പിറകെ നടക്കുന്നത്. ചെങ്ങിനും ആ കാര്യം മനസ്സിലാവുന്നു. ചെങ്ങ് യാനിന്റെ കൂടെ ചേർന്ന് അവളുടെ സേഫ്റ്റിക്ക് വേണ്ടി അവൻ ഈ നാട്ടിൽ നിൽക്കുന്ന അത്രയും നാളെ കാര്യങ്ങൾ ചെയ്യാനായി നോക്കുന്നുണ്ട്. അപ്പോഴാണ് തനിക്ക് വേണ്ടിയാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നതെന്ന കാര്യം സുവും അറിയുന്നത്. ആക്ച്വലി അന്ന് എക്സാം എഴുതാൻ ലിൻ വരാതിരുന്നതും അവൾ വീട്ടിലേക്ക് വരാനായി ക്ഷണിച്ചിട്ട് അവൻ വരാതിരുന്നതും ഒക്കെ തന്നെ അവൾക്ക് വേണ്ടിയായിരുന്നു എന്നത് അറിയുമ്പോൾ അവൾ ഇമോഷണൽ ആവുന്നു. കാരണം സ്കൂളിൽ വെച്ച് തുടങ്ങി അവളെ അറ്റാക്ക് ചെയ്യാനായി പിറകെ നടക്കുന്ന അവന്മാര് ഒരു രീതിയിലും അവർക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവളെ അങ്ങ് മാക്സിമം ഉപദ്രവിക്കാമെന്ന് തീരുമാനിക്കുന്നു. അതിനായി തന്നെ അവൾ എക്സാം എഴുതാതിരിക്കാനായി അവൾ എൻട്രൻസ് എഴുതി അങ്ങനെ വേറെ യൂണിവേഴ്സിറ്റിയിലേക്കൊന്നും പോവാതിരിക്കാനായി ഒക്കെ അവളുടെ എക്സാം കുളമാക്കാനായി തീരുമാനിച്ച കാര്യം വളരെ യാദൃശികമായി സൂപ്പർ മാർക്കറ്റിലേക്ക് സുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് കരുതി എത്തിയിട്ടുണ്ടായിരുന്ന യാൻ കേട്ടിരുന്നു. അങ്ങനെ അവൻ അത് തടുക്കാനായി അവരുമായി അടിയാവുകയും തുടർന്ന് പോലീസ് സ്റ്റേഷനിലാവുകയും ആ ഒരു കാര്യം അറിഞ്ഞ് അവനെ റിലീസ് ചെയ്യാനായി എത്തിയ യൂറിയോട് ഞാൻ പുറത്തിറങ്ങിയ ഇവന്മാരും പുറത്തിറങ്ങും, പിന്നെ അത് വീണ്ടും സുവിന് പ്രശ്നമാവും എന്ന കാര്യം കൊണ്ട് തനിക്ക് ജാമ്യമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ ഇരുന്നതും അങ്ങനെ എക്സാം എഴുതാനായി അവൻ ചെല്ലാതിരുന്നതും ഒക്കെ തന്നെ ഇപ്പോഴാണ് സുവിന് മനസ്സിലാവുന്നത്. ഈ ഒരു കാര്യം യൂറിക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവൾ നീ കാരണമാണ് അവൻ കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ് കാര്യം വെളിപ്പെടുത്താതെ അവളെ കുറ്റപ്പെടുത്തി പോയതും. ഇപ്പൊ ഈ കാര്യങ്ങൾ അറിയുന്ന സു വളരെ ഇമോഷണലായി യാനിനെ നേരിൽ ചെന്ന് കാണുന്നു. എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടും ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ ഭയങ്കരമായി ഇമോഷണൽ ആവുന്നുണ്ട്. അമ്മ മരിച്ച ശേഷവും ഇവൻ തന്നെ പറ്റി കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ താൻ എങ്ങനെ അവനോട് റിയാക്ട് ചെയ്യും എന്നറിയാത്തത് കൊണ്ടും അന്ന് പറഞ്ഞ വാക്കുകളിലുള്ള കുറ്റബോധം മൂലവുമാണ് അവൻ തന്റെ മുന്നിൽ വരാഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലാകുമ്പോൾ അവൻ തനിക്ക് വേണ്ടി എൻട്രൻസ് എക്സാം പോലും എഴുതാതെ അവന്റെ ലൈഫ് ഫ്യൂച്ചർ ഒക്കെ നശിപ്പിച്ചോന്ന് അവൾക്ക് കുറ്റബോധം. കാരണം ആ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന പയ്യൻ അവനായിരുന്നു. അവൻ ഇങ്ങനെ ഒരു ഗതി താൻ മൂലം വന്നല്ലോ എന്നായിരുന്നു അവളുടെ സങ്കടം. ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് സത്യം പറഞ്ഞാൽ ചെങ്ങിന് കുറച്ച് സങ്കടം അസൂയൊക്കെ വരുന്നുണ്ട്. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് വീണ്ടും പ്രശ്നമാവുന്നത്. ഇവരോട് എല്ലാവരോടുള്ള കലിപ്പിന് ആ റൗഡി പയ്യൻ കുറച്ച് ആളുകളെയും കൂട്ടിക്കൊണ്ടുപോയി സുവിന്റെ മുത്തശ്ശിയെ കിഡ്നാപ്പ് ചെയ്ത് വെച്ച് ഇവരെ എങ്ങനെ ആ സ്ഥലത്തേക്ക് വരുത്തുന്നു. അവിടെ വെച്ച് ഇവരെ ഉപദ്രവിക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യമെങ്കിലും ആ പ്രോസസിന്റെ ഇടയിൽ ചെങ്ങിന് മാത്രമാണ് കാര്യമായി പരിക്കേൽക്കുന്നത്. സുവിനെ കുത്താനായി വന്ന അവനെ കണ്ട് തടുക്കുന്ന ചെങ്ങ് ഇങ്ങനെ കുത്തേറ്റ് താഴെ വീഴുമ്പോൾ അവന്മാരെല്ലാം ഓടി രക്ഷപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് പോലീസ് പിടിക്കുന്നു. അപ്പോഴേക്കും കുറച്ച് സീരിയസ് ആയി ചെങ്ങ് പരിക്കേറ്റ് ആ കിടക്കുന്ന കാഴ്ച കണ്ട് സു വേഗം വെപ്രാളത്തില് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി ഒരുങ്ങുമ്പോൾ എനിക്ക് എന്ത് പറ്റിയാലും നീ കൂടെ തന്നെ വേണമെന്ന് പറഞ്ഞ് അവൻ അപ്പോഴും അവളോടുള്ള ഇഷ്ടം അവളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോൾ ഭാഗ്യവശാൽ ആപത്തൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ കണ്ണു തുറക്കുന്നവൻ ആദ്യം കാണുന്നത് യാനെയാണ്. ഓ, കണ്ണു തുറക്കുമ്പോഴേ നിന്നെയാണോ കണ്ടെന്ന് മട്ടില് അവൻ പുറവിറുക്കുമ്പോൾ അങ്ങോട്ടേക്ക് സു വരുന്നു. ശരിയെന്നാ നിങ്ങൾ സംസാരിക്കുക, കുറച്ച് പണിയുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് അവർക്ക് സംസാരിക്കാൻ വേണ്ടി യാൻ ഒഴിഞ്ഞു മാറാണ്. ഈ സമയം സുവിനെ വീണ്ടും തന്റെ അടുത്ത് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്ന് പറയുന്ന ചെങ്ങവളെ കിസ് ചെയ്യാനായി വരുമ്പോഴേക്കും അവന് സ്റ്റിച്ചിന്റെ ഒക്കെ വല്ലാത്ത വേദന എടുക്കുന്നു. അത് കാണുന്ന അവൾ ഇടയ്ക്ക് വെച്ച് അവനെ ഇഗ്നോർ ചെയ്തിരുന്നെങ്കിലും ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് തീരുമാനിച്ച് അവനെ കിസ് ചെയ്യാണ്. അങ്ങനെ ഇവരിപ്പോ റിലേഷൻഷിപ്പിലായിരിക്കുന്നു. അങ്ങനെ ഇവരുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ യാനും അവരുടെ നല്ലൊരു ഫ്രണ്ടായി കൂടെ തന്നെയുണ്ട്. ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. കുട്ടിക്കാലം മുതലേ യാനും സുവും നല്ല സുഹൃത്തുക്കളായിരുന്നു. ആ സമയത്ത് അവർ ഐസ്ക്രീം വാങ്ങുന്ന കാര്യത്തിൽ ഒരു ബെറ്റ് വെച്ചു. ദോ ആ നടന്നു വരുന്ന പയ്യൻ കണ്ടോ, അവൻ ആ ബിൽഡിംഗിലേക്ക് കയറുന്ന സമയത്ത് ഫസ്റ്റ് ലെഫ്റ്റ് ലെഗ് ആണ് എടുത്ത് വെച്ചതെങ്കിൽ ഞാൻ നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാം, റൈറ്റ് ആണ് വെക്കുന്നതെങ്കിൽ നീ വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞ് അവരിങ്ങനെ ഒരു പയ്യൻ നടന്നു പോകുന്നത് നോക്കുകയാണ്. ആ നടന്നു പോയിരുന്ന പയ്യൻ മറ്റാരുമല്ല തന്റെ കസിന്റെ വീട്ടിലേക്ക് വന്ന ചെങ്ങ് തന്നെയായിരുന്നു. അവൻ കറക്റ്റായി ലെഫ്റ്റ് ലെഗ് ആണ് എടുത്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ ഞാനാണ് ഐസ്ക്രീം മേടിച്ചു കൊടുക്കേണ്ടി വരുന്നത്. ആക്ച്വലി അവൻ അറിയായിരുന്നു ആ പയ്യൻ ലെഫ്റ്റ് ലെഗ് ആണ് വെക്കുന്നതെന്ന്. കാരണം പലപ്പോഴും കസിനെ കാണാൻ ഇവിടേക്ക് എത്തുന്ന ചെങ്ങിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം താൻ തോറ്റ് അവൾക്ക് ഐസ്ക്രീം കിട്ടാനായി തന്നെ അവൻ അങ്ങനെ ഒരു ബെറ്റ് കണക്ക് വെച്ചതാണ്. കുട്ടിക്കാലം മുതലേ എപ്പോഴും സുവിനെ പ്രൊട്ടക്ട് ചെയ്ത് നടക്കുന്നത് യാനിന് വളരെ ഇഷ്ടമായിരുന്നു. അവളുടെ അമ്മ കാരണം അവന് പേരൻസിനെ നഷ്ടപ്പെട്ടെങ്കിലും പുറമെ ദേഷ്യം ഭാവിച്ചെങ്കിലും അവൻ എപ്പോഴും അവളെ പ്രൊട്ടക്ട് ചെയ്തിരുന്നു. തുടക്കത്തിൽ പോലും അവളിങ്ങനെ അവളുടെ അമ്മയുടെ അച്ഛനൊക്കെ കല്ലറയുടെ അവിടെ നിന്ന് കരയുന്ന സമയത്ത് പോലും അവളുടെ സേഫ്റ്റി മാനിച്ച് അവൾ പോലും അറിയാതെ പിന്തുടർന്ന് എത്തിയത് യാനായിരുന്നു. ഇപ്പോ അവളും ചെങ്ങും അങ്ങനെ ലൈഫിൽ ഒന്നാകുമ്പോഴും അവൻ അതിൽ വളരെ സന്തോഷിച്ച് അപ്പോഴും അവളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്ന അവളുടെ ഒരു ഗാർഡിയൻ ഏഞ്ചലായി അവളുടെ പിറകെ തന്നെയുണ്ട്. ഇതേസമയം അവനെ വൺ സൈഡായി ഇഷ്ടപ്പെടുന്ന യൂറി സുവും ചെങ്ങും ഒന്നിക്കുമ്പോഴെങ്കിലും തന്നെ ഞാനൊന്ന് പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷ കാത്തിരുന്നെങ്കിലും അവന്റെ മനസ്സിൽ അവളോട് ഒരു പരിഗണനയില്ല. കാരണം അവൻ അന്നും ഇന്നും നല്ലൊരു ഫ്രണ്ടായും തന്റെ ക്രഷായും ഒക്കെ സുവിനെ മാത്രമാണ് കണ്ടിരുന്നത്. അങ്ങനെ ഇവരുടെ ഈ പ്രണയവും ഫ്രണ്ട്ഷിപ്പും ഒക്കെ കാട്ടിക്കൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ എനിക്കെന്തോ യാനും സുവും ഒന്നിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വിധി ഇവിടെ ഒന്നിപ്പിച്ചത് ചെങ്ങിനെയും സുവിനെയുമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് പേരിനെ ആയിരുന്നു ഇഷ്ടം എന്നത് കമന്റ് ഇടാൻ മറക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.